ഹായ് ഓൾ, വെൽക്കം ടു സൈലം. അപ്പോൾ CGL എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല അല്ലേ, സെയിം പാറ്റേൺ തന്നെയാണ് റീസണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. എന്നാലും ചോദ്യങ്ങളുടെ ഒരു രീതിയൊക്കെ കാണുമ്പോൾ കൂടുതൽ ചോദ്യങ്ങളും ഈ പറയുന്ന ലെറ്റർ ബേസ്ഡ് ആണ്. അതായത് ലെറ്റേഴ്സിൻ്റെ പ്ലേസ് വാല്യൂസിനെല്ലാം ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് കോഡിംഗ്, ഡീകോഡിംഗ് അല്ലേ, ലെറ്റർ നോളജി, ലെറ്റർ ക്ലാസിഫിക്കേഷൻ, ലെറ്റർ സീരീസ്, ഇതിലെല്ലാം ധാരാളം ചോദ്യങ്ങളുണ്ട് എന്നാണ് കുട്ടികളോട് ചോദിച്ചപ്പോൾ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെറ്റർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം അല്ലേ. ഇനി എക്സാം പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് കോഡിംഗ് ഡീകോഡിങ്ങിലെ കുറച്ച് ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അപ്രോച്ചുകൾ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് വരാനിരിക്കുന്ന എക്സാമിന് അത് എന്തായാലും ഹെൽപ്ഫുൾ ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ നമുക്ക് കോഡിംഗ് ഡീകോഡിങ്ങിലെ കുറച്ച് നല്ല ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ബ്രിങ് ഈസ് സ്കോർഡ് ആസ് 7149182 and smile is scored as 512913119. What will be the code for forgive എന്നാണ് ചോദ്യം. സോ എങ്ങനെയാണ് നമ്മൾ ഇത് ആൻസർ ചെയ്യുക അല്ലേ. അപ്പം നമുക്കൊരു വാക്കിനെ കുറച്ച് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സിനെ കുറച്ച് നമ്പേഴ്സ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്ലേസ് വാല്യൂ നമുക്ക് എടുത്ത് നോക്കിയാൽ പോരെ ആണ്. അപ്പോൾ നോക്കുക, ബി അല്ലേ, 2 5 കൂടിയിട്ട് 7 ആയതായിരിക്കാം, 18 1 14. ഓക്കെ, ഒരു കണക്ഷൻ കിട്ടുന്നില്ല. മേ ബി തിരിച്ചിട്ട് നോക്കിയാലോ. നോക്കുക, ബി 2 6 18 ഐ 9 N 14 G7. അതായത് ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം എന്താ, ബ്രിങ് അല്ലേ, BRING. ബ്രിങ്ങിനെ എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്, 7 14 9 18 2 എന്ത് ചെയ്തിരിക്കുകയാണ്, റിവേഴ്സ് ചെയ്തിട്ട് പ്ലേസ് വാല്യൂസ് എടുത്തിരിക്കുക. അതായത് കംപ്ലീറ്റ് വാക്കിനെ തലതിരിച്ചെഴുതിയിട്ട് അവരുടെ നമ്പർ പ്ലേസ് വാല്യൂസ് കൊടുത്തിരിക്കണാണല്ലോ. അതായത് നോക്കുക, G 7 ആണ്, N 14 ആണ്, I 9 ആണ്, R 18 ആണ്, B 2 ആണ്. റിവേഴ്സ് ചെയ്തിട്ട് പ്ലേസ് വാല്യൂ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അടുത്ത വാക്കിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ. ഇവിടെ നോക്കുക, E 5 തന്നെയാണ്, L 12 തന്നെയാണ്, I 9 ആണ്, M 13 ആണ്, S 19 തന്നെയാണ്. സോ റിവേഴ്സ് ചെയ്തിട്ട് പ്ലേസ് വാല്യൂസ് കൊടുത്തിരിക്കുകയാണ്, വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫോർഗിവ് എന്ന് പറയുന്ന വാക്കിനെ കോഡ് ചെയ്യാനാണ് അല്ലേ. ഫോർഗിവ് എന്ന് പറയുന്ന വാക്കിനെ കോഡ് ചെയ്യാനാണ് FORGIVE. ഫോർഗിവിന് നമുക്ക് എന്ത് ചെയ്യണം, കോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ റിവേഴ്സ് ചെയ്തിട്ട് പ്ലേസ് വാല്യൂസ് ആണ്. എന്തായാലും 5 സ്റ്റാർട്ട് ചെയ്യണം. ഈ 5 ആയതുകൊണ്ട് തന്നെ എല്ലാത്തിലും അങ്ങനെയാണ്. അടുത്തത് V ആണ്, അതായത് 22 ആയിരിക്കണം. 5 കഴിഞ്ഞിട്ട് 22, ഒരിക്കലും ഇത് ആൻസർ ആവില്ല. അത് കഴിഞ്ഞാൽ എന്താ, I 9 ആണ്, 5 22 9 എന്നുള്ള രീതിയിലായിരിക്കണം, ഒരിക്കലും ഇതും ആൻസർ അല്ല. അടുത്തത് എന്താ, 9 കഴിഞ്ഞാൽ G 7 ആണ്, 9 കഴിഞ്ഞിട്ട് 7 ഉണ്ടോ, ഉണ്ട്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ അല്ലേ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. അപ്പോൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ നോക്കിയതും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഇനി ഇപ്പോൾ അടുത്തത് നോക്കുമ്പോഴെന്താ, 6 18 തന്നെയാണ്, O 15 തന്നെയാണ്, F 6 തന്നെയാണ്. സോ വളരെ ക്ലിയർ ആണ്, ഓപ്ഷൻ ഡി തന്നെയാണ് ഇവിടെ ശരി ഉത്തരം വരിക. അങ്ങനെയാണെങ്കിൽ നമുക്കിനി സമയം കളയേണ്ട, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ആൻഡ് യെസ്, ഇതാണ് നമ്മുടെ ചോദ്യം. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് phased is written as GZDDE and VACAY is written as WZDZZ. How will labor be written in that language എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, phased അല്ലേ, FACED. phased എങ്ങനെ കോഡ് ചെയ്തിട്ടുണ്ട്, GZDDE എന്ന് കോഡ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ക്ലിയർ ആണല്ലേ, ഒരിക്കലും പെന്നും പേപ്പറും ഒന്നും വേണ്ട, നോക്കിയത് നമുക്ക് കിട്ടും. കാരണം എന്താ, F 6 G7 ഒന്നുകൂടി, AZI എന്ന് പറയുമ്പോൾ ഒന്ന് കുറഞ്ഞു അല്ലേ, C ഒന്ന് കൂടുമ്പോൾ D ആണ്, E ഒന്ന് കുറയുമ്പോൾ D ആണ്. സ്വാഭാവികമായിട്ടും അടുത്തത് ഒന്ന് കൂടുമായിരിക്കും അല്ലേ. D എന്ന് പറയുമ്പോൾ ഒന്ന് കൂടുമ്പോൾ E5 ആണ് അല്ലേ. +1 -1 +1 -1 +1. ഇതാണ് ലോജിക് എന്ന് പറയുന്നത്. അതായത് ലോജിക് എന്ന് പറയുന്നത് എന്താ, ആദ്യം +1 ഒന്ന് കൂട്ടുന്നു, ദെൻ ഒന്ന് കുറയ്ക്കുന്നു അല്ലേ, വീണ്ടും ഒന്ന് കൂട്ടുന്നു, ഒന്ന് കുറയ്ക്കുന്നു, ഒന്ന് കൂട്ടുന്നു. സോ ഇതാണ് നമ്മുടെ ലോജിക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാക്കെന്ന് പറയുന്നത് ലേബർ ആണ്, LABOR അല്ലേ. സ്വാഭാവികമായിട്ടും ആദ്യം M ഒന്ന്
കൂടുമ്പോൾ അല്ലേ എൽ പ്ലസ് വൺ എന്ന് പറയുന്നത് +1 -1 +1 -1 +1. അപ്പോൾ L12 M13 അടുത്തത് A Z ആയിരിക്കണം അല്ലേ. സോ MZ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. ഇനി ഇവിടെ നമ്മൾ ഓൾട്ടർനേറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം എന്നറിയോ, ഇത് വവ്വൽസാ. വവ്വൽസ് വരുമ്പോൾ ഒന്ന് കുറയണു എന്നും ലോജിക് ആവാം. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് വാക്കിലും ഒന്നിടപെട്ടിട്ടുള്ള ആൾക്കാർ വവൽസ് തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല അല്ലേ. അല്ലെങ്കിൽ നമ്മൾ വേറെ വല്ല വാക്കൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് വവൽസ് ആണോ അതോ ഓൾട്ടർനേറ്റ് ആണോ, അത് തന്നിരിക്കുന്ന ഓപ്ഷൻ ആണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ തന്നിരിക്കുന്ന എല്ലാത്തിലും ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളത് വവൽ തന്നെയാണ്, അപ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം അറിയില്ല. ബട്ട് എന്നാലും ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ, റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. ആൻഡ് യെസ്, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ടോക്ക് ടു മീ ഈസ് കോൾഡ് ആസ് AQYTBL and do not talk is called as YTME WC. What is the code for talk in that language? അപ്പോൾ ഇവിടെ നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള അല്ലെ നമ്മുടെ ചൈനീസ് കോഡിങ് അല്ലെങ്കിൽ ഒന്നിലധികം വാക്കുകൾ കോഡ് ചെയ്യുന്ന കേസിൽ ഒരു കാരണവശാലും ആദ്യമേ കയറി ചോദ്യം വായിക്കരുത് അല്ലേ. വാട്ട് ഈസ് ദ കോഡ് ഫോർ ടോക്ക് ആണ്, ടോക്കിന്റെ കോഡാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ രണ്ടിലും ടോക്ക് എവിടേക്ക് ഉണ്ട് നോക്കിയാൽ ഇതാ, ടോക്ക് ടു മീ, ഡു നോട്ട് ടോക്ക്, രണ്ടിലും കോമൺ ആയിട്ട് ടോക്ക് മാത്രമേ ഉള്ളൂ. സോ അതിന്റെ കോഡും രണ്ടിലും കോമൺ ആയിട്ട് ഒന്ന് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. സോ രണ്ടിലും വളരെ ക്ലിയർ ആണ്, YT ആണ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ അല്ലെ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോയാലോ. റൈറ്റ്. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് റൈവൽ ഈസ് കോൾഡ് ആസ് PKTCJ, text is called as RGVVQ. How will point be coded in that same language എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കുക, സി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. RIVAL PKTCJ എന്താണ്? 18 2 കുറയുമ്പോൾ 16, 9 2 കൂടുമ്പോൾ 11, 22 2 കുറയുമ്പോൾ 20, A 2 കുറയുമ്പോൾ 3, L 2 കുറയുമ്പോൾ 10. ദാറ്റ് ഈസ് J. വളരെ ക്ലിയർ ആണ്. 2 കുറയുന്നു കൂടുന്നു, 2 കുറയുന്നു കൂടുന്നു. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് കുറയുക കൂടുക കുറയുക കൂടുക കുറയുക, ഇതാണ് ലോജിക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാക്കെന്ന് പറയുന്നത് പോയിന്റ് ആണ് അല്ലേ, POINT. അതായത് 2 കുറയുക എന്ന് പറയുമ്പോൾ എന്നിൽ സ്റ്റാർട്ട് ചെയ്യണം. ഒരിക്കലും ഇതല്ല, ഒരിക്കലും ഇതല്ല. അടുത്തത് 2 കൂടുകയാണ് വേണ്ടത്. 2 കൂടുക എന്ന് പറയുമ്പോൾ അപ്പോൾ P 16 2 പറഞ്ഞപ്പോൾ 14 N, 15 2 കൂടുമ്പോൾ 17 Q, NQ ആയിരിക്കണം. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ അല്ലേ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. ഓക്കെ അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യെസ് പ്ലീസ് ഡു കമന്റ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ നമുക്ക്. യെസ്, അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് മ്യൂച്വൽ ഈസ് റിട്ടൺ ആസ്, കുറെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. മാർക്കറ്റ് ഈസ് റിട്ടൺ ആസ്, അഗൈൻ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഹൗ വിൽ മൊഡ്യൂൾ ബി റിട്ടൺ ഇൻ ദാറ്റ് ലാംഗ്വേജ്? അപ്പോൾ ഇത് വളരെ ക്ലിയർ ആണ്, നമ്പറുകളാണ്. നോക്കുക, M13 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. U21, T20, U21, A1, L12. റിവേഴ്സ് ചെയ്തിട്ട് നമ്പർ ആണ് അല്ലേ. L അവസാനമുള്ള L ആണ് ഇവിടുത്തെ ആദ്യത്തെ നമ്പർ. അപ്പോൾ റിവേഴ്സ് ചെയ്തിട്ട് നമ്പർ കൊടുത്തിരിക്കുന്നത് വേറെ കൺഫ്യൂഷനേ ഇല്ല. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ അവസാനം E ആണ്. സോ 5 വേണം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ഇതുമല്ല ഇതുമല്ല. അടുത്തത് ഈയുടെ തൊട്ടുപുറത്ത് L ആണ്. സോ 5 കഴിഞ്ഞാൽ 12 ആയിരിക്കണം. രണ്ടിലും അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞാൽ 21 ആയിരിക്കണം. 5, 12, 21 അങ്ങനെ തന്നെയാണ് അല്ലേ. പിന്നെന്താ 4, രണ്ടിലും 4 തന്നെയാണ്. പിന്നെ 15, 4 കഴിഞ്ഞിട്ട് 15 ആയിരിക്കണം. അത് കൃത്യമായിട്ട് ഓപ്ഷൻ ബിയിലാണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ അല്ലേ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. യെസ്, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ഹസ്ബൻഡ് ഈസ് റിട്ടൺ ആസ്, കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. സിസ്റ്റർ ഈസ് റിട്ടൺ ആസ്, അഗൈൻ കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഹൗ വിൽ ബ്രദർ ബി റിട്ടൺ ഇൻ ദാറ്റ് ലാംഗ്വേജ് എന്നാണ് ചോദ്യം അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ലോജിക് എന്നുള്ളത്. സി ഹസ്ബൻഡ് അല്ലേ, HJ 2 കൂടി 21, 22 1 കൂടി അല്ലേ. ആദ്യം 2 കൂടി പിന്നെ 1 കൂടി. 19, 21 2 കൂടി. പിന്നെന്താ BD 2 കൂടി അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം അല്ലേ. നോക്കുക, HUSBAND എങ്ങനെയാണ്? JVUDBPF. ഓക്കെ, സോ വളരെ സിമ്പിളാണിത്. H 2 കൂടുമ്പോൾ J, U 1 കൂടുമ്പോൾ V, 19 2 കൂടുമ്പോൾ
21 ബി 2 കൂടുമ്പോൾ 4, എ 1 കൂടുമ്പോൾ ബി, എൻ 2 കൂടുമ്പോൾ 16, ഡി 2 കൂടുമ്പോൾ 6. വളരെ ക്ലിയർ ആണ്. മിക്കതും 2, 1 മാത്രം 1 കൂടുന്നു. അല്ലെങ്കിൽ 2 മാത്രം 1 കൂടുന്നു. 1 കൂടുന്നത് ആരിലാണ് നോക്കുക? യെസ്, വവൽസ് ആണ്. അപ്പൊ വവൽസ് ആണെങ്കിൽ നെക്സ്റ്റ് ലെറ്റർ എഴുതുക. കൺസോണന്റ് ആണെങ്കിൽ 2 മാറിയിട്ട് എഴുതുക അല്ലേ? അപ്പൊ കൺസോണന്റ് ആണെങ്കിൽ +2 ചെയ്യുക, വവൽസ് ആണെങ്കിൽ +1 ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ബ്രദർ എന്നുള്ളതാണ് നമ്മുടെ വാക്കെന്ന് പറയുന്നത്. അപ്പോൾ ബി കൺസോണന്റ് ആണ്. അപ്പൊ എന്തായാലും ബി +2 എന്ന് പറയുമ്പോൾ 2 + 2 4 ഡിയിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇത് രണ്ടും ഒരിക്കലും ആൻസർ അല്ല. ഇനി നമ്മൾ രണ്ടാമത്തെ ലെറ്റർ മാത്രം എടുത്താൽ മതി അല്ലെ? രണ്ടാമത്തെ ലെറ്റർ എന്ന് പറയുമ്പോൾ കൺസോണന്റ് ആണ്. അപ്പോൾ 6 18 ആണ്. 2 കൂടുമ്പോൾ 20. എന്തായാലും ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരിക അല്ലെ? സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ, നോട്ട് എ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. ക്ലിയർ ആണോ? അടുത്ത നോക്കിയാലോ? യെസ്, അടുത്ത നോക്കുക. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് റീറ്റെയിൻഡ് is written as ENIATERD and maturity is written as TIRUTAMY. How will firewall be written in that language എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ലോജിക് എന്നുള്ള കാര്യം. RETAINED റീറ്റെയിൻഡ് എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്? യെസ്, ENIATERD. അപ്പോൾ ഇവിടെ ചില വാക്കുകൾ ENIAT. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന വാക്കിനെ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതായത് നോക്കുക, RE ഒരു സെറ്റ്, ഇതൊരു സെറ്റ്, 2 ഭാഗമായില്ലേ? പിന്നെ അവസാനമുള്ളത് 3ാമത്തെ ഭാഗം. ഇതില് 3ാമത്തെ ഭാഗത്തിന് ഒരു ചേഞ്ചും ഇല്ല. നോക്കുക, മെച്യൂരിറ്റിയിലും അങ്ങനെ തന്നെയാണോ? വൈ ആണ്. അപ്പൊ എന്തായാലും എല്ലില് എൻഡ് ചെയ്യണം. ഒരിക്കലും ഇതുമല്ല എന്ന് ഉറപ്പിച്ചു. റൈറ്റ്, ഓക്കെ. പിന്നീട് വന്ന മാറ്റം എന്താണ്? അതായത് ആദ്യത്തെ സെറ്റിനെയും രണ്ടാമത്തെ സെറ്റിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് റിവേഴ്സ് ചെയ്ത് എഴുതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് RE എന്ന് പറയുന്ന ആദ്യത്തെ സെറ്റിനെ നോക്കുക, RE എന്ന് പറയുന്നതിനെ രണ്ടാമത് എഴുതി റിവേഴ്സ് ചെയ്തിട്ട്, അതുപോലെ തന്നെ TAINE എന്ന് പറയുന്ന രണ്ടാമത്തെ സെറ്റിന് അല്ലെ, ആദ്യത്തെ സെറ്റാണ് RE, അതിന് റിവേഴ്സ് ചെയ്തിട്ട് രണ്ടാമത് എഴുതി ER. TAINE എന്നുള്ളത് രണ്ടാമത്തെയാണ്, അതിന് തിരിച്ചെഴുതി ENIAT അല്ലെ. അപ്പൊ എന്താണിത്? ഇത് 1ാമത്തെ സെറ്റ്, 2ാമത്തെ സെറ്റ്, 3ാമത്തെ സെറ്റ്. 3ാമത്തതിന് നോ ചേഞ്ച് ആണ് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തു? 1ാമത്തെ സെറ്റ് എഴുതിയിട്ട് റിവേഴ്സ് ചെയ്ത് എഴുതി, 2ാമത്തെ സെറ്റ് എഴുതിയിട്ട് റിവേഴ്സ് ചെയ്ത് എഴുതി. ഇതാണ് ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മുടെ വേർഡ് എന്ന് പറയുന്നത് FIREWALL ആണ്. അപ്പോൾ അഗെയിൻ 3 സെറ്റാണ്, 1 2 3 അല്ലെ. അതിൽ 3ാമത്തെ അതുപോലെ തന്നെ എഴുതണം. ആദ്യത്തെ ഉള്ളതാണ് പിന്നീട് രണ്ടാമതായിട്ട് എഴുതുന്നത് റിവേഴ്സ് ചെയ്തിട്ട്. അപ്പൊ എന്തായാലും IF ഉണ്ടായിരിക്കണം അല്ലെ, IFL. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ ആണല്ലോ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിൽ? അപ്പൊ അടുത്ത് നോക്കിയാലോ? റൈറ്റ്. സോ ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് TABU is written as SBAV, T20 S19 ഒന്ന് പറഞ്ഞു, A1 B2 ഒന്ന് കൂടി, B2 A1 ഒന്ന് പറഞ്ഞു, U21 V22 ഒന്ന് കൂടി. അപ്പൊ ആദ്യം ഒന്ന് കുറയുന്നു, ദെൻ ഒന്ന് കൂടുന്നു, ഒന്ന് കുറയുന്നു, ഒന്ന് കൂടുന്നു. വളരെ ക്ലിയർ ആയിട്ടുള്ളതാണ്, വളരെ ഒബ്വിയസ് ആണ്. അപ്പൊ രണ്ടാമത്തെ വാക്കൊന്ന് നോക്കി സമയം കളയേണ്ട ആവശ്യം പോലും വരുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് നോക്കാം. ആദ്യം കുറയണം, സോ എസിൽ തന്നെയാണ്. പിന്നീട് കൂടണം, സ്വാഭാവികമായിട്ടും B ആയിരിക്കും. ഇത് രണ്ടും അല്ല. പിന്നീട് കുറയണം, സോ H ആയിരിക്കും. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ അല്ലെ. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. അപ്പൊ എന്തായാലും അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. അപ്പൊ ഡ്രൈവ് ഈസ് കോർഡേഴ്സ് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, റൈറ്റ്സ് ഈസ് കോർഡേഴ്സ് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ കോഡ് ഫോർ വി ഇൻ ദാറ്റ് ലാംഗ്വേജ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ളതിൽ ഈ പറയുന്ന ഡ്രൈവിന്റെ ഓരോ ലെറ്ററിന്റെയും കോഡുകളാണ് നമ്പർ, പല നമ്പറുകളായിട്ട് തന്നിരിക്കുന്നത്. അത് ഓർഡറിലൊന്നും ആയിരിക്കില്ല, തോന്നിയ പോലെ ആയിരിക്കാം. ഓർഡറിലാവുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ ചോദ്യം നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും. അപ്പോൾ ഇവിടെയും അതുപോലെ റൈറ്റ്സിനെയും തന്നിട്ടുണ്ട്, കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ചോദ്യം വി ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളതിൽ ഈ ഡ്രൈവ് എന്ന് പറയുന്ന വാക്കിലും റൈറ്റ്സ് എന്ന് പറയുന്ന വാക്കിലും കോമൺ ആയിട്ട് ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അവരുടെ കോഡ് ചെയ്തതും അതുപോലെ തന്നെ കോമൺ ആയിട്ട് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഡി രണ്ടിലുണ്ട്, ഇ രണ്ടിലുണ്ട്, IR
രണ്ടിലും ഉണ്ട് അല്ലേ? അപ്പോൾ DRIE എന്ന് പറയുന്നതിന്റെ കോഡും രണ്ടിലും സെയിം ആയിരിക്കണം. എന്ന് പറയുമ്പോൾ 4 രണ്ടിലും ഉണ്ട്, 7 രണ്ടിലും ഉണ്ട്, 2 6 രണ്ടിലും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ബാലൻസ് വരുന്നത് ആരാ? V ആണ്. അപ്പൊ വിയുടെ കോഡ് എന്ന് പറയുന്നത് ഇവിടെ ബാലൻസ് ഉള്ളത് ആരാണ്? 9 ആണ്. സോ സ്വാഭാവികമായിട്ടും വിയുടെ കോഡ് 9 ആയിരിക്കും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം വരിക അല്ലെ? വിയുടെ കോഡ് 9 ആണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് അടുത്ത് നോക്കിയാലോ. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് റേഡിയോ ഈസ് റിട്ടൺ ആസ് SZEHP. ഫ്രീക്വൻസി ഈസ് റിട്ടൺ ആസ് കുറെ ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഹൗ വിൽ ടെലിവിഷൻ ബി റിട്ടൺ ഇൻ ദാറ്റ് ലാംഗ്വേജ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക? അപ്പോൾ 18 19 ഒന്നുകൂടി, AZ ഒന്ന് കുറഞ്ഞു, D5 ഒന്നുകൂടി, IS ഒന്ന് കുറഞ്ഞു, O ഒന്നുകൂടി. സോ ഇവിടുത്തെ ലോജിക് എന്താ? ആദ്യം കൂടുന്നു കുറയുന്നു, കൂടുന്നു കുറയുന്നു അല്ലെ? +1 -1 +1 -1 ഇതാണ് ലോജിക് എന്ന് പറയുന്നത്. F6G7 ഒന്നുകൂടി കുറയുന്നു, കൂടുന്നു കുറയുന്നു, അത് തന്നെയാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വളരെ വളരെ ക്ലിയർ ആണ്. UDMDWH എല്ലാത്തിലും ആദ്യത്തെ സെയിം ആണ്. അപ്പം നമ്മൾ ഈ പറയുന്ന അവസാനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരെ. TE LE VI SI ON അല്ലേ? അതായത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു, ഒന്നുകൂടി ഒന്ന് പറഞ്ഞു, ഒന്നുകൂടി ഒന്ന് പറഞ്ഞു. അവസാനത്തെ 4 നമുക്ക് നോക്കിയാൽ മതി. ഒന്നുകൂടി ഒന്ന് പറഞ്ഞു, ഒന്നുകൂടി ഒന്ന് പറഞ്ഞു. സോ നാലാമത്തെ എന്തായാലും T ആയിരിക്കണം. ഒരിക്കലും ഇതല്ല. പിന്നീട് എന്താ? കുറയണം, H ആയിരിക്കണം. പിന്നീട് എന്താ? കൂടണം, P ആയിരിക്കണം. ഇതല്ല. പിന്നീട് എന്താ? കുറയണം, M ആയിരിക്കണം. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ അല്ലെ? അപ്പൊ നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ അനാവശ്യമായിട്ട് ഈ കംപ്ലീറ്റ് ആൾക്കാരെയും അല്ലെ +1 -1 ഒക്കെ ചെയ്ത് സമയം കളയേണ്ട ആവശ്യം ഇവിടെ ഉണ്ടോ? ഇല്ല. ജസ്റ്റ് അവസാനത്തെ കുറച്ച് ലെറ്റേഴ്സ് നോക്കിയാൽ തന്നെ, കാരണം നമുക്ക് ഓപ്ഷനിൽ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ആദ്യത്തെ കുറേ ലെറ്റേഴ്സ് സെയിമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല അനാവശ്യമായിട്ട് അത് ചെയ്തിട്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനെ ചെയ്യാൻ പാടില്ല. അടുത്ത് നോക്കാം. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ബേക്ക് ഈസ് കോൾഡ് ആസ് FDMF അല്ലെ? ടേൺ ഈസ് കോൾഡ് ആസ് XXTO. ഹൗ വിൽ മോക്ക് ബി കോഡഡ് ഇൻ ദാറ്റ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. BAKE FDMF B to F6 അല്ലെ? 4 കൂടി A1 D4, 3 കൂടി K11 M13, 2 കൂടി E5 F6, 1 കൂടി. വളരെ സിമ്പിൾ. 4 കൂടുന്നു TX, 4 കൂടി U21, 3 കൂടും X24, 6 18, 2 കൂടും 20, N14, 1 കൂടുമ്പോൾ 5. വളരെ ക്ലിയർ ആണ്. അപ്പോൾ M 4 കൂടുമ്പോൾ 13 4 17, Qയിൽ സ്റ്റാർട്ട് ചെയ്യണം. അടുത്തത് 3 കൂടണം, 15 3 18, Q കഴിഞ്ഞാൽ 6 ആയിരിക്കണം. യെസ്, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ അല്ലെ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. അപ്പൊ നമുക്ക് അടുത്ത് നോക്കിയാലോ. റൈറ്റ്. സോ ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ഫ്ലേക്ക് ഈസ് റിട്ടൺ ആസ് കുറച്ച് സിമ്പിൾസും നമ്പേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ലേക്സ് ഈസ് റിട്ടൺ ആസ് അഗൈൻ സിമ്പിൾസ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഹൗ വിൽ S ബി റിട്ടൺ? അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്താണ് അല്ലേ? ഒരേപോലെ വരുന്ന ആൾക്കാരുടെ കോഡ് നമുക്ക് സെയിം ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ നോക്കുക. E A K AK L L. അപ്പോൾ ഇതിൻ്റെ കോഡുകളും സെയിം ആയിരിക്കണം. സ്വാഭാവികമായിട്ടും 4 8 4 8 3 2 3 2. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആണ് എന്താണ് വേണ്ടത്. S അല്ലേ? അപ്പോൾ ഇവിടെ എസും ഇവിടെ @ കോഡ് സെയിം ആയേ പറ്റൂ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ അല്ലേ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോയാലോ. റൈറ്റ്, ആൻഡ് ഹിയർ വി ഗോ. യെസ്, അപ്പോൾ അടുത്തതിലോട്ട് പോവുക എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. റൈറ്റ്. അപ്പോൾ എനിക്ക് അടുത്തതിലോട്ട് പോകാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും. അതായത് SSC ആസ്പിറൻസിനോട് സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വലിയ രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മുടെ സൈലം SSC വരുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ക്ലാസ്സുകൾ വരുമ്പോൾ എല്ലാ ക്ലാസ്സും ഫ്രീ ആയിട്ട് തന്നൂടെ, അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സും യൂട്യൂബിൽ തന്നൂടെ എന്നുള്ള കമൻറ്റുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മളും വിചാരിച്ചു, എല്ലാവരും കൂടെ തീരുമാനിച്ചു, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അല്ലേ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് കോഴ്സും ഇപ്പോൾ ലഭിക്കാനുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒന്നുമില്ല, എക്സാം എഴുതുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഫ്രീ സ്കോളർഷിപ്പ് ടെസ്റ്റ് നമ്മൾ നടത്തുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 21 സെപ്റ്റംബർ കൃത്യം 3 മണിക്കാണ് നമ്മുടെ
നമ്മുടെ വെബ്സൈറ്റിലായിരിക്കും ടെസ്റ്റ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ റിവാർഡ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ 100% ഡിസ്കൗണ്ട് ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബാച്ച് പഠിക്കാം, എന്തായാലും ഒരു ജോലി വാങ്ങിച്ചിട്ട് പോകാം. ഇനി 2 മുതൽ 4 വരെ ആണെങ്കിൽ 50% ഡിസ്കൗണ്ടും, 5 മുതൽ 20 റാങ്ക് ആണെങ്കിൽ 20% ഡിസ്കൗണ്ടും, 21 മുതൽ 50 ആണെങ്കിൽ 10% ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ്. അപ്പോൾ അല്ലേ, ഈ പറയുന്നൊരു സമയം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കളയരുത്. എല്ലാവരും എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, കൃത്യസമയത്ത് തന്നെ എക്സാമിന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ടും അല്ലെങ്കിൽ വളരെ നല്ല ഡിസ്കൗണ്ടിലും നിങ്ങൾക്ക് കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബാച്ചിനെ കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ SSC എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് വീണ്ടും അല്ലേ വളരെ ഈ പറയുന്ന ചെറിയ ചെറിയ രീതിയിലുള്ള സിലബസ് അപ്ഡേഷനൊക്കെ നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെല്ലാം ബേസ് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പുതിയ ഏതൊരു SSC എക്സാം ക്രാക്ക് ചെയ്യാനും, അതായത് SSCക്ക് കീഴിലുള്ള ഏത് ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ ഏതൊരു എക്സാം ക്രാക്ക് ചെയ്യാനും നിങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് നമ്മൾ SSC റെഗുലർ ബാച്ച് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതായത് 500+ hours ഓഫ് ലൈവ് ക്ലാസ്സസ്, ഡെയിലി 2 മണിക്കൂറായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ആഴ്ചയിൽ 6 ദിവസവും നമ്മൾ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 5999 രൂപയാണ്. അപ്പോൾ 25 സെപ്റ്റംബറിനാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ പറയുന്ന നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തോളും. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ ഉള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിലൊക്കെ ആയിരിക്കും റീസണിങ് ഉണ്ടാവുക. ബാക്കിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൾറെഡി എങ്ങനെയാണെന്നൊക്കെ അറിയാം അല്ലേ. നമ്മുടെ യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ പല ബാച്ചുകളായിട്ടൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലായിട്ട് കാണാം. സോ ടിൽ ദെൻ, take care, keep learning, keep practicing. Bye bye. Ta-da.